പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യതയിലേക്ക് നോക്കിയുള്ള പ്രയാണം നടത്തണം. ദൈവം നമുക്ക് തരുന്ന സ്നേഹസമ്മാനം നോക്കിക്കൊണ്ട് നാം യാത്ര ചെയ്യണം. എങ്കിൽ അതിനു പറ്റിയൊരു വചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. അതിപ്രകാരമാണ്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. നോക്ക്, ലോകം മുഴുവൻ നേടിയാലും തമ്പുരാൻ ചോദിക്കുക, നീ എന്ത് സ്വന്തമാക്കിയാലും, എത്രമാത്രം നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് എന്താ കാര്യമെന്ന് പറയാം. ഈ സമയത്ത് സെൻറ്റ് ആൻ്റണി ദ ഹെർമിറ്റ് എന്ന വലിയ വിശുദ്ധൻ്റെ വാക്യം ഓർക്കുക: ഈ ലോകത്തിലെ എല്ലാം അതിൻ്റെ വിലയ്ക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ തത്തുല്യമായ മറ്റൊരു വിലയ്ക്ക് കൈമാറുന്നു. എന്നാൽ നിത്യജീവൻ്റെ വാഗ്ദാനങ്ങൾ ആർക്കും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യന് തൻ്റെ ആത്മാവിന് പകരമായി എന്തു നൽകാൻ കഴിയും? ബൈബിളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നിത്യജീവൻ സമ്പാദിക്കുവാൻ നാം എന്ത് ഉപേക്ഷിക്കണം എന്നൊരു ചോദ്യമാണ് അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നിത്യത, അതായത് ഈശോ പറയുന്നുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യം അന്ത്യമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കേ, ഈ ലോകത്തിൽ എത്ര കഷ്ടപ്പാടും ദുഃഖമാണെങ്കിലും ഇത്രയും സമയമല്ലേ ഉള്ളൂ, ഇത്രയും വർഷമല്ലേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും മരിച്ചു കഴിഞ്ഞാലോ, നരകത്തിലെ സ്വർഗത്തിലെ പോയാലോ, നിത്യത ആദ്യമില്ല അന്ത്യമില്ല, ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഞാനും പേടിപ്പിക്കാൻ പറയുമെന്നല്ല കേട്ടോ പ്രിയമുള്ളവരെ, എന്നാലും നമ്മൾ നിത്യത, അന്ത്യം അതൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഇറ്റേണിറ്റി, ഈ നിത്യത ലഭിക്കുവാൻ ചില മാർഗങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കാം. ഒന്ന്, പാപങ്ങൾ ഉപേക്ഷിക്കണം. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ ഉപേക്ഷിക്കണം. ലൗകികതയിൽ നിന്ന് എന്നെ വേർപെടുത്തുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം വേണ്ടാന്ന് വയ്ക്കണം. രണ്ടാമത്, നിത്യം ലഭിക്കാനുള്ളത് സ്വയം നിഷേധിക്കുക, സ്വയം ന്യായീകരിക്കുന്ന കഥകൾ പറയുക, എല്ലാത്തിനും ഒഴിവ് കഴിവുകൾ പറയുന്നു, വ്യക്തിപരമായ അഹങ്കാരം, ഇതൊക്കെ നമ്മൾ മാറ്റിവെക്കണം. മൂന്നാമതായിട്ട്, യേശുവിനെ അനുഗമിക്കുക. യേശുവിൻ്റെ പഠിപ്പിക്കലും യേശുവിൻ്റെ ജീവിതവും ത്യാഗവുമെല്ലാം നമ്മൾ പിന്തുടരണം. അതാണ് അർത്ഥമാക്കുന്നത്. നാലാമതായിട്ട്, ഞാൻ എൻ്റെ ജീവിതം മുഴുവനുമായും ദൈവത്തിന് സമർപ്പിക്കണം. സ്വന്തം അജണ്ട ഉപേക്ഷിച്ച് ദൈവഹിതത്തിന് കീഴടങ്ങുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ നിസ്വാർത്ഥമായി എല്ലാവർക്കും വേണ്ടി ജീവിക്കുക. ക്രിസ്തു എപ്രകാരം മറ്റു മക്കൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി ജീവിച്ചോ അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കണം. മറ്റുള്ളവരെ സേവിക്കുക, മറ്റുള്ളവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നെല്ലാമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം മറക്കരുത്, ഇതാണ് നമ്മുടെ രക്ഷകൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന കൈമാറ്റപ്പെടേണ്ട ചില കാര്യങ്ങൾ. നമ്മളെല്ലാം ഉപേക്ഷിക്കണം, സ്വയം ന്യായീകരിക്കുന്ന കഥകൾ ഒഴിവാക്കണം. അതുപോലെ പ്രതിരോധ സംവിധാനത്തിലൂടെ, നീട്ടിവെക്കലിലൂടെ, പ്രത്യക്ഷമായ വ്യക്തിപരമായ അഹങ്കാരത്തോടുകൂടി ന്യായീകരണത്തിൽ ഉള്ള അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ അതെല്ലാം മാറ്റി ദൈവത്താൽ നിറയപ്പെടണം. എങ്കിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്ക് വേണ്ടി ദൈവം നിത്യത തീർച്ചയായിട്ടും തരും. എങ്കിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, നിത്യജീവൻ സ്വീകരിക്കുന്നുള്ള വില നൽകുവാൻ
എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുള്ള ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഓരോ മക്കളുടെ ഈ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.